ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പച്ചക്കറി തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തോട്ടം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമുക്കൊരു ചെറിയൊരു വിളവെടുപ്പാണ്. വീട്ടിലേക്ക് ആവശ്യമില്ല, എല്ലാം വിളവെടുക്കുന്നില്ല, വീട്ടിലേക്ക് ആവശ്യമില്ല അത്യാവശ്യ കാര്യങ്ങൾ മാത്രം നമ്മളെടുത്തില്ലത് വിളവെടുക്കുന്നത് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം തന്നെ കോയക്കേണ്ടത് രണ്ട് മൂന്ന് ചുവടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-3 വെറൈറ്റിയും ഉണ്ട്. കുറച്ച് നീളത്തിലുള്ളത്, ഒന്ന് കുറച്ച് തടി ആയിട്ടുള്ള, കുറച്ച് ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ളത് ടൈപ്പുണ്ട്, പിന്നെ ഒന്ന് നല്ല ലെങ്ത്തുള്ളതുണ്ട്. അങ്ങനെ 2-3 ടൈപ്പുണ്ട്. അപ്പം അത് ഇടകലർന്നിട്ടാണ് നട്ടു കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പം കോവക്കേണ്ടത് ഞാൻ മുന്നേ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് പയർ. ഇത് 24 മണി പയറിൻ്റെതാണ് വിത്ത് തന്നത്. ഞാനത് ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായതാണ്, പക്ഷെ നല്ല ക്വാളിറ്റിയിലെ വിത്തായിരുന്നു. ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ പറിച്ചെടുത്ത് ബാക്കിയുള്ളത് മാത്രം ഞാനൊന്ന് എടുത്തു മാത്രം. അതിൽ 2-3 വിത്തിന് വെച്ചിട്ടുണ്ട്. വിത്ത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി. എൻ്റെ അടുത്ത് എക്സ്ട്രാ വിത്ത് വരുന്നത് ഞാനങ്ങനെ സെയിൽ ചെയ്യാറുണ്ട്. ഇതാണ് നമ്മളെ കത്തിരിക്ക എന്ന് പറയും, അത് ഗ്രീൻ കളറായിട്ടുള്ളത്. അതും ഞാനത് കുറേ അന്വേഷിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. തക്കാളി പിന്നെ ഞാനൊരു സീസണലായിട്ട് ചെയ്യുന്നതല്ല, കാരണം ഒരു പ്രാവശ്യം ചെയ്തത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിയാനാവുമ്പോഴേക്കും അടുത്ത റൗണ്ട് ചെയ്യും. കാരണം നമുക്ക് വീട്ടിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള 2 സാധനങ്ങളാണ് തക്കാളിയും പച്ചമുളകും. ഉള്ളിയൊക്കെ നമ്മൾ ആക്കി കഴിഞ്ഞാൽ നന്നാവില്ല എന്ന് വിചാരിച്ചതുകൊണ്ടാണ്. ഇത് രണ്ടും നന്നായിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ്, അതുപോലെ നമുക്ക് നന്നായിട്ട് വിളവ് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്തതാണ് നമ്മളെ കൊടോരിക്ക. കണ്ണൂരുകാർക്ക് കൊടോരിക്ക അറിയും, പീച്ചിൽ എന്ന് പറയും. അങ്ങനെ ഇത് ഞാൻ തന്നെ ക്യാമറ പിടിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്, കാരണം കയ്യിൽ കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു കയ്യിൽ ക്യാമറ വെച്ചിട്ടുണ്ട്, ഒരു കൈ കൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ക്ഷമിക്കണേ. അപ്പം ഇത് ഞാൻ ഒരു കുമ്പളം ഞാൻ പറിച്ചത് അതിന് മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതേ പ്ലാന്റ് തന്നെയാണ് രണ്ടാമത്തെ കുമ്പളമായിട്ടുണ്ട്. നിങ്ങൾക്ക് കുമ്പളം കിട്ടുന്നില്ലെങ്കിൽ, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യമൊന്നും കുമ്പളം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ അടിവളം കൊടുത്തിട്ട് വേണം നട്ടു കൊടുക്കാൻ വേണ്ടി. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത്, ഇത് പ്രൂൺ ചെയ്തിട്ടുള്ള നമ്മൾ പോളിനേഷൻ കൊടുക്കണം, സെൽഫ് പോളിനേഷൻ തന്നെ കൊടുക്കണം. കാരണം ഇതാവുമ്പോൾ തന്നെ അതിൻ്റെ ആൺപൂവ് പെൺപൂവിൻ്റെ ഇതിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ടച്ച് ചെയ്ത് അതിൻ്റെ പൂമ്പൊടി വീഴത്തക്ക രീതിയിൽ ടച്ച് ചെയ്ത് കൊടുത്താൽ രാവിലെ തന്നെ ചെയ്യണം അത്. അങ്ങനെ ചെയ്ത് കൊടുത്താൽ എന്തായാലും നമുക്ക് കുമ്പളം കിട്ടും, നിർബന്ധമായിട്ട് എന്തായാലും കിട്ടും കുമ്പളം. കാരണം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യമൊന്നും കിട്ടാത്തത് കൊണ്ട് ഇപ്രാവശ്യം ഞാനത് ഒരു പരീക്ഷണം പോലെ തന്നെ ചെയ്തു നോക്കി. ഇതെൻ്റെ ക്യാപ്സിക്കം. ഇത് ഞാൻ KTGന്ന് പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ടായതാണ്. അതുകൊണ്ട് ഇത് ഹൈബ്രിഡ് ആണോ നാടനാണോ ഒന്നും അറിയില്ല, പക്ഷേ നന്നായിട്ടുണ്ടാവുന്നുണ്ട്. സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും രണ്ടും തമ്മിലുള്ള വേരിയേഷൻ എന്ന് വെച്ചാൽ 2 ദിവസം എടുത്ത് ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കയ്പക്ക വിളവെടുത്തു, അതിന് ശേഷമാണ് നമ്മൾ മാലക വഴുതന. അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം കുറച്ചും കൂടി അത് വലിപ്പം വെക്കാനുണ്ടായിരുന്നു. നന്നായിട്ടുണ്ടാവുന്നുണ്ട്. കണ്ടോ, ഇതൊരു ചെറിയൊരു മീഡിയം ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ള ഒരു വഴുതന ചെടിയിൽ നിന്നാണ്. മാലക വഴുതന ഇഷ്ടം പോലെ ഉണ്ടാവും, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഉണ്ടാകുന്നത് ഞാനിതിനു മുന്നേ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു മുളക്. ഈ മുളകിൻ്റെ പേരറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത്രയേ വലിപ്പം വെക്കുള്ളൂ, പക്ഷെ നല്ല കാന്താരിയുടെ ഒരു സ്മെല്ലുണ്ടാവും. അത്യാവശ്യം എരിവുണ്ട്, എന്ന് വെച്ചാൽ നല്ല എരിവില്ല. നമുക്കൊരു 2 മുളകൊക്കെ ഒരു ചമ്മന്തിക്ക് ഇടാം. അങ്ങനെ ഇത് കണ്ടോ, എൻ്റെ പച്ചക്കത്തിരിക്ക ഭയങ്കര വലിപ്പം വെക്കുന്നുണ്ട്. ഇത് ഞാൻ വിത്തിനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായതാണ്, കാരണം ഒരു വെറൈറ്റി ആയതുകൊണ്ട് ആരെങ്കിലും വിത്തിനായിട്ട് ചോദിച്ചു കഴിഞ്ഞാലേ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് എൻ്റെ പൊന്നാങ്കണ്ണി ചീര. ഈ ഒരു പൊന്നാങ്കണ്ണി ചീര ഒരു ചെറിയൊരു 6-7 തൈ വാങ്ങിക്കാൻ വേണ്ടി 150 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായതാണ്. ഞാനിതൊരു ആക്കണത്രേ, കാരണം ഞാനത് പൊട്ടിച്ച് വേറൊരു ഗ്രോ ബാഗിലോട്ടും കൂടി പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം കുറച്ചധികം അല്ലാതെ പിന്നെ നമ്മൾ കുറച്ച് മാത്രം എടുത്തിട്ട് കാര്യമില്ല, ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്രയും ഉണ്ടായില്ലോ. പിന്നെ ക്യാബേജ് ഉണ്ടായിട്ടുണ്ട്, പിന്നെ അത്യാവശ്യം കോളിഫ്ലവർ ഉണ്ട്. അപ്പം അതൊന്നും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടായില്ല, കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ക്യാബേജ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി എടുത്ത് വെറുതെ നാശാക്കുന്നതിനേക്കാളും നമുക്ക് ആവശ്യത്തിനുള്ള മാത്രം എടുത്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.